ഏത്തപ്പഴം കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? അപ്പം, ഇടിയപ്പം, പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയും ഒരു 3-4 ഗ്രാമ്പൂവും ഒരു 30 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് ഒരു വലിയ സവോളയും ഒരു 2 പച്ചമുളകും ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് 1 മിനിറ്റ് നേരം സവോള ഒന്ന് വാട്ടിയ ശേഷം അതിലേക്ക് ഒരു ഏത്തപ്പഴം അരിഞ്ഞത് ചേർക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയതാ ഇതുപോലെ എല്ലാ സൈഡും നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്നാക്കിയെടുക്കണേ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒറ്റ തേങ്ങാപ്പാൽ മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഒരു 1/4 സ്പൂണിൽ താഴെ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ. ഒരു 1/4 സ്പൂണിൻ്റെ അത്രയും മതി കുരുമുളക് പൊടി. ഇനി ഒരു സ്പൂൺ നെയ്യിൽ കുറച്ച് കുരുമുളക് പൊട്ടിച്ച ശേഷം അതിൽ കുറച്ച് കശുവണ്ടി ഉണക്കമുന്തിരി മൂപ്പിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണേ. തിള വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം. ഇവിടെ കുട്ടികൾക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.